നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. എറിയാട് തെരുവ് നായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. മാടവന, കാട്ടാക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പൗരാവകാശങ്ങളുടെ അടിസ്ഥാനമായ ഭരണഘടന തകർക്കാൻ ഏതു കൊലക്കൊമ്പനെയും ജനങ്ങൾ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിയെ ജയിപ്പിക്കാൻ തൃശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ്. സിപിഐഎം ചാലക്കുടി ഏരിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജേക്ക്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. എറിയാട് പഞ്ചായത്തിലെ മാടവന, കാട്ടാക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാരെ ആക്രമിച്ച നായയെ കണ്ടെത്താനായിട്ടില്ല. രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പൗരാവകാശങ്ങളുടെ അടിസ്ഥാനമായ ഭരണഘടന തകർക്കാൻ ഏതു കൊലക്കൊമ്പനെയും ജനങ്ങൾ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏത് കൊലക്കൊമ്പൻ വന്നാലും നാം ജനങ്ങൾ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. 4 പേർ കൊല്ലപ്പെട്ട സംഘർഷത്തിന് കാരണമായ സമ്പലിൽ മസ്ജിദ് ഭാരവാഹികളുടെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെയാണ് സർവേ നടത്താൻ വളരെ ധൃതിയിൽ ഏകപക്ഷീയമായി കോടതി ഉത്തരവിട്ടത്. സർവമതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ദർഗയുടെ അവകാശം സംബന്ധിച്ചുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ആരാധനാലയങ്ങൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ച് രാജ്യത്തെ വർഗീയമായി പിളർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. രാജ്യവ്യാപകമായി പൗരാവകാശം നിഷേധിക്കുകയും നിരപരാധികളെ തുറങ്കിലടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. സംഘപരിവാറിന്റെ ഗുണ്ടാ സ്ക്വാഡുകൾ സ്വാതന്ത്ര്യ സ്ഥാപനങ്ങളെ വേട്ടയാടുകയാണ്. സ്വാതന്ത്ര്യ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു. സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെടുന്നു. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ തള്ളിപ്പറയാനോ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, KK രാമചന്ദ്രൻ MLA, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഹാബി ചുള്ളിക്കോട്, ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ബിജെപിയെ ജയിപ്പിക്കാൻ തൃശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ്. CPIM ചാലക്കുടി ഏരിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് അഥവാ അതിന്റെ ദേശീയ സമ്മേളനം വരുന്ന ഏപ്രിൽ മാസം 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി തമിഴ്നാട്ടിലെ മധുര, ഐതിഹ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മധുര അതിനാതിഥേയമരുളാൻ പോവുകയാണ്. മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി രാജ്യമെമ്പാടുമുള്ള CPIMന്റെ വിവിധ ഘടക സമ്മേളനങ്ങൾക്കാണ് ഈ കലയിളവ് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ബീഹാർ സംസ്ഥാന സമ്മേളനം അവസാനിച്ച് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത വാർത്ത പുറത്തു വരുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മളുടെ ജില്ലയിൽ ചാലക്കുടിയിലെ പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ സമാപനം അതിനായി നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. RSSന് കേരളത്തിൽ എളുപ്പവഴി ഉണ്ടാക്കിക്കൊടുക്കുന്ന തീവ്രവാദി സംഘമായി കോൺഗ്രസ് മാറിയെന്നും ജേക്ക് പറഞ്ഞു. പട്ടണത്തിലൂടെ മാർച്ച് ചെയ്ത ചുവപ്പുസേനയ്ക്ക് ബാൻഡ് മേളവും വാദ്യമേളങ്ങളും അകമ്പടിയേകി. ആനമല ജംഗ്ഷനിലെ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി VN രാജൻ നഗറിൽ സമാപിച്ചു. ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, PK ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗം BD ദേവസി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TP ജോണി, KP തോമസ്, ജെനീഷ് P ജോസ്, CK ശശി,
സിജി സിനി എന്നിവർ സംസാരിച്ചു. നന്മ വാളൂർ ചെറുവാളൂർ സംഘടിപ്പിക്കുന്ന പുതുവത്സര പുഴയോര ഫെസ്റ്റിന് തുടക്കമായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ വാളൂരിലെയും ചെറുവാളൂരിലെയും പ്രവാസികളുടെ കൂട്ടായ്മയായി ആരംഭിച്ച നന്മ വാളൂർ എന്ന് പറയുന്ന ഈ സംഘടന ഇത്രയും കാലം ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക മേഖലയിലും അതോടൊപ്പം തന്നെ അവശത അനുഭവിക്കുന്നതിനും രോഗികളും നിരാലംബരുമായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ഈ വാളൂരിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഒരു ചരിത്രപരമായ ഇടം നേടിക്കൊണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ച പുഴയോര ഫെസ്റ്റ് അടക്കമുള്ള ശ്രീ ജയരാമേട്ടൻ മുൻ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം പറയുകയാണ്. അങ്ങനെ ചരിത്രപരമായി ഇടം നേടിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളും നടപ്പാക്കിക്കൊണ്ടാണ് നന്മ വാളൂർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അന്നമനടയെ സംബന്ധിച്ച് അന്നമനട ഒരു കലകളുടെയും സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കൂടിയ ഒരു ഭൂമിക കൂടിയാണ്. സംഘാടക സമിതി ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് അഞ്ജലി സത്യനാഥ് മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനർമാരായ സാനി ചക്കാലക്കൽ, സലിൽ കുമാർ MA, VG സുമേഷ് കുമാർ, സഗീർ പുളിക്കൽ, PK കോയ, അഡ്വക്കേറ്റ് VV ജയരാമൻ, KA നിസാർ, ഫിറോസ്, ജസ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിടവാങ്ങിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, MT വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പൊതുസമ്മേളനം ആരംഭിച്ചു. ഡിസംബർ 31 വരെയാണ് പുഴയോര ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ NS വിജയൻ, അഡ്വക്കേറ്റ് OJ ജനീഷ്, സലി പള്ളിമുറ്റത്ത്, അജയ്കുമാർ, ബാബു, ഡേവിസ് കണ്ണമ്പള്ളി, സയ്യിദ് മുഹമ്മദ്, ഡൊമിനിക്, ബിനിൽ, ഷെഫീർ, സോയ് കോലഞ്ചേരി, ഹക്കീം ഇക്ബാൽ, KR പ്രേമ, ഷേർലി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് അതിനു മുമ്പ് റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. റിസർവ് ബാങ്കിന്റെ ഗവർണർ സ്ഥാനം വിരമിച്ച ശേഷം ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് ആ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യൻ ജനത അറിഞ്ഞ കാര്യമാണെന്ന് നമുക്കറിയാം. ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ജീവിത രീതി ആയിരുന്നു എന്നതിൽ പറയുന്നതിൽ ഒട്ടും വിശേഷത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തിറങ്ങി മത്സരിക്കാനോ പ്രധാനമന്ത്രി ആവാനോ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല. മാള തോംസൺ പോളിക്ലിനിക്, ഹിയർ ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്ററും സംയുക്തമായി സൗജന്യ കേൾവി സംസാര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. പ്രധാന വാർത്തകൾ വീണ്ടും. എറിയാട് തെരുവ് നായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. മാടവന, കാട്ടാക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പൗരാവകാശങ്ങളുടെ അടിസ്ഥാനമായ ഭരണഘടന തകർക്കാൻ ഏതു കൊലക്കൊമ്പനെയും ജനങ്ങൾ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ ജയിപ്പിക്കാൻ തൃശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന്
ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ്. CPIM ചാലക്കുടി ഏരിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജേക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.